പ്രിയ സഹയാത്രികരെ, നമ്മളൊന്ന് കണ്ണു തുറന്നു നോക്കുക. നമുക്ക് ചുറ്റും കാണുന്ന ഈ വലിയ സഭാഗോപുരങ്ങൾ, ആകാശത്തെ വെല്ലുവിളിക്കുന്ന പള്ളിമേടകൾ, ആയിരങ്ങൾ കൂടുന്ന കൺവെൻഷൻ പന്തലുകൾ, ഇതാണോ ക്രിസ്തു സ്ഥാപിച്ച സഭ? ഇതാണോ പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല എന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്ത ആ തിരുസഭ? ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രിസ്തീയ സഭകൾ ഒരു പരാജയമാണെന്ന് പറയേണ്ടി വരുന്നതിൽ വലിയ വേദനയുണ്ട്. പുറമേ നോക്കുമ്പോൾ വിജയമാണെന്ന് തോന്നും. കണക്കുകൾ നോക്കുമ്പോൾ നമ്മൾ വളരുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ, അപ്പൊസ്തലപ്രവൃത്തികൾ 17-ാം അധ്യായം 24-ാം വചനത്തിൽ പൗലോസ് അപ്പൊസ്തലൻ ആഥൻസിലെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞ ഒരു സത്യമുണ്ട്. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ശ്രദ്ധിക്കുക, കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ ദൈവം വാസം ചെയ്യുന്നില്ല. എന്നിട്ടും നമ്മൾ ഇന്നും കല്ലും സിമന്റും കൊണ്ട് ദൈവത്തെ തളച്ചിടാൻ ശ്രമിക്കുന്നു. യഥാർത്ഥ സഭ എന്നത് നമ്മൾ ഈ കാണുന്ന കെട്ടിടങ്ങളോ സംഘടനകളോ പല ഡിനോമിനേഷനുകളിൽ അറിയപ്പെടുന്ന സഭകളോ അല്ല. ഇന്നത്തെ സഭകൾ പലതും പണം കൊയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളായി മാറി. പണമുള്ളവൻ്റെയും സ്വാധീനമുള്ളവൻ്റെയും കൂടാരങ്ങളായി അത് അധപ്പതിച്ചു. യേശുക്രിസ്തു അന്ന് യെരുശലേമിലെ മനോഹരമായ ദൈവാലയത്തെ നോക്കി പറഞ്ഞതോർക്കുന്നുണ്ടോ? കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത കാലം വരും. ഇന്ന് നമ്മൾ പടുത്തുയർത്തുന്ന ഈ സാമ്രാജ്യങ്ങളെല്ലാം ഒരിക്കൽ തകർന്നു വീഴും. കാരണം ഇത് മനുഷ്യനുണ്ടാക്കിയതാണ്, ദൈവം പണിതതല്ല. എങ്കിൽ എന്താണ് യഥാർത്ഥ സഭ? ആരാണ് യഥാർത്ഥ സഭ? ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ സത്യം ഇരിക്കുന്നത്. ഞായറാഴ്ച പള്ളികളിൽ നിറഞ്ഞിരിക്കുന്ന ആൾക്കൂട്ടമല്ല ദൈവത്തിൻ്റെ സഭ. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന എല്ലാവരുമല്ല ദൈവത്തിൻ്റെ മക്കൾ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശു പറയുന്ന ആരെയും നടുക്കുന്ന ഒരു വചനമുണ്ട്. അന്നു പലരും എന്നോട്, കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പറയും. അപ്പോൾ ഞാൻ അവരോട്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് തീർത്തു പറയും. ചിന്തിക്കുക, പള്ളിയിൽ മുൻനിരയിലിരുന്നവർ, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവർ, പ്രസംഗിച്ചവർ, അവരോടാണ് യേശു പറയുന്നത്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന്. ഇന്ന് നമ്മൾ കാണുന്ന ഈ വലിയ പ്രസ്ഥാനങ്ങൾക്കുള്ളിൽ ക്രിസ്തുവിനെ യഥാർത്ഥമായി അറിയാത്ത, ക്രിസ്തു തിരിച്ചറിയാത്ത വലിയൊരു ജനക്കൂട്ടമുണ്ട്. അതുകൊണ്ട് കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യർ നിർമ്മിച്ച ഈ സഭകൾ പരാജയമാണ്. കാരണം ഇതിൽ ഗോതമ്പും കളകളും ഒരുമിച്ചാണ് വളരുന്നത്. യഥാർത്ഥ സഭ എന്നത് ഈ ആൾക്കൂട്ടത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന, ദൈവത്തിന് മാത്രം കാണുവാൻ കഴിയുന്ന ഒരു ചെറിയ കൂട്ടമാണ്. അപ്പോൾ എവിടെയാണ് യഥാർത്ഥ സഭ? അത് രജിസ്റ്റർ ചെയ്ത ഒരു പ്രസ്ഥാനമല്ല. അതിന് പേരോ ബോർഡോ ഇല്ല. യേശുക്രിസ്തു ശമരിയ സ്ത്രീയോട് പറഞ്ഞതുപോലെ, ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല പിതാവിനെ നമസ്കരിക്കേണ്ടത്. പത്രോസിന്റെ 1-ാം ലേഖനം 2-5 ഇതിനെ മനോഹരമായി വർണ്ണിക്കുന്നുണ്ട്. നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി പണിയപ്പെടുന്നു. ശ്രദ്ധിക്കുക, ജീവനുള്ള കല്ലുകൾ കൊണ്ടാണ് ദൈവം തന്റെ സഭയെ പണിയുന്നത്. നിർജീവമായ ഇഷ്ടികകൾ കൊണ്ടല്ല ദൈവം തന്റെ സഭ പണിയുന്നത്. യഥാർത്ഥ സഭ എന്നത് ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് ഹൃദയശുദ്ധിയുള്ള, ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട മനുഷ്യരുടെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ ചിലപ്പോൾ ഒരു പള്ളിക്കെട്ടിടത്തിനുള്ളിലുണ്ടാകാം, അല്ലെങ്കിൽ ഒരു ഓല ഷെഡിലുണ്ടാകാം, അതുമല്ലെങ്കിൽ ഒരു വീടിന്റെ മുറിയിലുണ്ടാകാം. ശ്രദ്ധിക്കൂ, അവർക്ക് ഒരേ യൂണിഫോം ഉണ്ടാകില്ല, ഒരേ ആചാരങ്ങളുണ്ടാകില്ല, അവർക്കൊരേ ആരാധനാ സമയമുണ്ടാകില്ല. അവർക്കെല്ലാവർക്കും ഒരുപോലെയുള്ള ഒന്നുണ്ട്, അത് പരിശുദ്ധാത്മാവാണ്. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച പിതാവിൻ്റെ ആത്മാവ്. അവരുടെ ഹൃദയങ്ങൾ എപ്പോഴും ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നു. ലൂക്കോസ് 17:21 യേശു പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. അതെ, സബ് എന്നത് ഒരു ലൊക്കേഷനല്ല, അതൊരു അവസ്ഥയാണ്. ഹൃദയങ്ങളിൽ ക്രിസ്തു വാഴുന്ന മനുഷ്യരാണ് സഭ. എന്നാൽ ഇന്ന് നമ്മൾ ഉള്ളിലെ മനുഷ്യനെ മറന്നുകൊണ്ട് കെട്ടിടങ്ങളെ മിനുക്കിക്കൊണ്ടിരിക്കുന്നു, നാശോന്മുഖമായവയെ പണിതുയർത്തുന്നു. അതുകൊണ്ടാണ് ഭൗതികമായി പണിയുന്ന സഭ പരാജയമാകുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആരാണ് യഥാർത്ഥ ക്രിസ്ത്യാനിയെന്ന് തിരിച്ചറിയാൻ മനുഷ്യന് സാധിക്കില്ല. മനോഹരമായ ഭാഷയിൽ പ്രാർത്ഥിക്കുന്നവനും ഉച്ചത്തിൽ സ്തുതിക്കുന്നവനും യഥാർത്ഥ വിശ്വാസിയാകണം എന്നില്ല.
പക്ഷേ ഒരു ആശ്വാസമുണ്ട്. മനുഷ്യന് കാണാനാകില്ലെങ്കിലും ദൈവം കാണുന്നുണ്ട്. പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ സഭയിലെ വ്യാജന്മാരെക്കുറിച്ച് പറഞ്ഞ ശേഷം ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. അതാണ് നമ്മുടെയും പ്രത്യാശ. എങ്കിലും ദൈവത്തിന്റെ ഉറപ്പുള്ള അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. അതിന് മുദ്രയുണ്ട്. 2 തിമോഥെയോസ് 2:19. എത്ര മനോഹരമായ വാഗ്ദത്തമാണത്! കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. ഇന്ന് സഭകൾ തമ്മിൽ തല്ലുമ്പോഴും നേതാക്കന്മാർ വീണുപോകുമ്പോഴും പണത്തിനു വേണ്ടി സുവിശേഷം വിൽക്കപ്പെടുമ്പോഴും ദൈവത്തിന്റെ കണ്ണ് ആ അദൃശ്യമായ സഭയുടെ മേലുണ്ട്. ലോകത്തിന്റെ ഏത് കോണിലുമിരുന്ന് ആരും കാണാതെ കണ്ണുനീർ തൂകി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരിലും ദൈവത്തിന്റെ സഭയുണ്ട്. പീഡനങ്ങൾക്കിടയിലും വിശ്വാസം ത്യജിക്കാത്ത ഓരോരുത്തരിലും ദൈവത്തിന്റെ സഭയുണ്ട്. അധികാരമോ സ്ഥാനമാനങ്ങളോ ആഗ്രഹിക്കാതെ ക്രിസ്തുവിനെ മാത്രം ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന ഓരോരുത്തരിലും ദൈവത്തിന്റെ സഭയുണ്ട്. വഴങ്ങിക്കൊടുക്കാൻ എളുപ്പമായിരിക്കുമ്പോൾ പ്രലോഭനങ്ങളെ ചെറുത്ത് ദൈവത്തോട് പറ്റി നിൽക്കുന്ന ഓരോരുത്തരും ആ സഭയുടെ ഭാഗമാണ്. ഈ സഭയെ മനുഷ്യന് കാണാൻ കഴിയില്ല. ഇതിന് മെമ്പർഷിപ്പില്ല, മാസവരിയില്ല. ഇതിന്റെ കണക്കുകൾ സ്വർഗത്തിലൊരു പുസ്തകമുണ്ട്. അതിൽ മാത്രമേയുള്ളൂ. നമ്മൾ ഇന്ന് കാണുന്ന ഈ സംവിധാനങ്ങളെല്ലാം ലോകത്തോടും അതിന്റെ യജമാനനോടും പരാജയപ്പെടുമ്പോഴും ദൈവത്തിന് മാത്രം കാണുവാൻ കഴിയുന്ന ആ സത്യസഭ ഈ ലോകത്തെയും അതിന്റെ യജമാനനെയും ജയിച്ചുകൊണ്ടിരിക്കുന്നു. ലൗകിക സഭ അവരവരുടെ ബലത്തിൽ ആശ്രയിക്കുന്നതുപോലെയല്ല, മറിച്ച് അവരെ നയിക്കുന്ന ദൈവത്താലാണ് അവർ ജയിക്കുന്നത്. അതുകൊണ്ട് പ്രിയരെ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന സഭകളുടെ പരാജയം കണ്ട് നിങ്ങൾ നിരാശപ്പെടരുത്. മനുഷ്യൻ പടുത്തുകെട്ടിയ മതിലുകൾക്കുള്ളിൽ നീ ദൈവത്തെ തിരയരുത്. സഭ എന്നത് ഞാനും നിങ്ങളുമാണ്. ചെയ്യേണ്ടത് ഇത്രമാത്രം: ദൈവത്തിന് മാത്രം കാണാൻ കഴിയുന്ന ആ രഹസ്യ സഭയിലെ അംഗമാണോ എന്ന് താങ്കളോട് തന്നെ സ്വയം ചോദിക്കുക. താങ്കളുടെ ഹൃദയം ഒരു പ്രാർത്ഥനാലയമാണോ? അവിടെ കച്ചവടമാണോ? അതോ ക്രിസ്തുവിന്റെ സിംഹാസനമാണോ ഉള്ളത്? നമുക്ക് പുറംമൂടികൾ വെടിയാം. യോഹന്നാന്റെ സുവിശേഷം 4:24 പറയുന്നത് പോലെ ആൾക്കൂട്ടത്തിന്റെ ആരവങ്ങളിൽ നിന്ന് മാറി ഏകാന്തതയിൽ ദൈവത്തെ ആരാധിക്കുന്ന, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന യഥാർത്ഥ ആരാധകരാകാം. ഓർക്കുക, കെട്ടിടങ്ങൾ തകരും, പ്രസ്ഥാനങ്ങൾ വീഴും. പക്ഷേ ദൈവത്തിന്റെ മക്കൾ, അതാണ് യഥാർത്ഥ സഭ. അത് എന്നേക്കും നിലനിൽക്കും. ആ കൂട്ടത്തിൽ ദൈവത്തിന് മാത്രം കാണാൻ കഴിയുന്ന ആ വിശുദ്ധ ഗണത്തിൽ നിങ്ങളും ഞാനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.